ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. 2 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. സിനഗോഗിന് മുന്നിലെ ജനക്കൂട്ടത്തിന് നേരെ കാറോടിച്ചു കയറ്റുകയായിരുന്നു. ജൂത കലണ്ടറിലെ പുണ്യദിനത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശ്രീജിത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഒരു ഓപ്പൺ അറ്റാക്ക് എന്ന് പറയുന്ന രീതിയിലാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഭീകരാക്രമണം എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇന്നിപ്പോൾ ഇത് ഈ ആക്രമണത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം, ഒപ്പം ഈ ദിനം, അതിനൊക്കെ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ പ്രത്യേക ദിവസമാണ്. ജൂത ദിനത്തിലെ ഏറ്റവും വലിയ പുണ്യ ദിവസമായി കാണപ്പെടുന്ന ദിവസമാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ കണക്കാക്കപ്പെടുന്ന ദിവസമാണ് ഇന്നാണ് മാഞ്ചസ്റ്ററിലെ ഏറ്റവും പ്രശസ്തമായ ഹീറ്റൺ പാർക്ക് ഹീബ്രു സിനഗോഗിലേക്ക് അക്രമി കാറിലെത്തുകയായിരുന്നു. കാറിലെത്തിയ അക്രമി അതിനുശേഷം പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നേരെ കത്തി വീശുകയായിരുന്നു. അങ്ങനെ 4 പേർക്ക് ആദ്യം പരിക്കേൽക്കുന്നു. അതറിഞ്ഞ് അവിടേക്ക് പോലീസ് എത്തുന്നു. അപ്പോഴേക്കും കാർ ഓടിച്ച അക്രമി ആ ജനക്കൂട്ടത്തിലേക്ക് ആരാധനാലയത്തിൽ അകത്തേക്ക് കാർ ഓടിച്ച് കയറ്റുകയായിരുന്നു. ഉടൻ തന്നെ അക്രമിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുന്നു. അതിനിടയിൽ 2 പേർക്ക് നേരെ അദ്ദേഹത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ അതിൽ 2 പേർ കൊല്ലപ്പെടുന്നു. അക്രമി അപ്പോൾ തന്നെ പോലീസ് കീഴ്പ്പെടുത്തുകയും അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ വേഗം പോലീസ് എത്തിയതുകൊണ്ടാണ് ഈ ഒരു വലിയ ദുരന്തമാകാതെ അക്രമിയെ കീഴ്പ്പെടുത്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ആ ആളുകളെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞത്. വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പുണ്യ ദിവസമായിരുന്നുകൊണ്ട് വലിയ രൂപത്തിൽ പ്രാർത്ഥന നടത്താനായി വിശ്വാസികൾ രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടവും ജനക്കൂട്ടവും ഉണ്ടായിരുന്ന പ്രദേശത്തേക്ക് കാറിലെത്തിയ അക്രമിയാണ് ആക്രമണം നടത്തിയത്. എന്തായാലും 2 പേർ കൊല്ലപ്പെട്ടു. അക്രമിയെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. ആക്രമണത്തിന്റെ ഉദ്ദേശം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.